എസ്.എഫ്.ഐയുടെ ചരിത്രമറിയാത്തവർ സംഘടനയിലെത്തിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്യാമ്പസുകളിൽ റാഗിംഗ് ഇല്ലാതാക്കാൻ ശ്രമിച്ച പ്രസ്ഥാനമാണ് എസ്.എഫ്.ഐ. സിദ്ധാർത്ഥിന് നീതി കിട്ടണമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അവിടെയെല്ലാം എസ്.എഫ്.ഐ ആയിരുന്നാലും KSU ആയിരുന്നാലും ABP ആയിരുന്നാലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാഭാവിക റാഗിങ്ങിന് പോലുള്ള അപരിഷ്കൃതമായിട്ടുള്ള നടപടിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമായി തന്നെ നടന്നു. അപ്പോൾ എസ്.എഫ്.ഐ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ ഇപ്പോൾ ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ശുദ്ധീകരിക്കുക എന്നുള്ള നിലപാടാണ് എസ്.എഫ്.ഐ നേതൃത്വം സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അതിൽ ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട. ദീപക് ധർമ്മടം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്? വേണുഗോപാലകൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണം SFIക്കെതിരെ, അതായത് SFIയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കണം എന്ന് മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മന്ത്രി ശിവൻകുട്ടി പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത് SFIയുടെ ചരിത്രം അറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ട്, അവരെ പുറത്താക്കി ശുദ്ധീകരിക്കുകയാണ് SFI നേതൃത്വം ചെയ്യേണ്ടതെന്നാണ്. ഇതാദ്യമായാണ് ഒരു CPIM നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി SFI പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കുന്നത്. അതായത് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ SFIക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. അതിലെ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താൻ അച്ഛനെ പോയി കണ്ടിരുന്നു, അച്ഛൻ ഉറപ്പു നൽകിയിട്ടുണ്ട് കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളത്. ഒരുപക്ഷെ SFIയുടെ നേതൃനിരയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തെത്തിയ ശിവൻകുട്ടി വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് പറയലാണ്. കാരണം SFIയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ സംഘടനയിൽ കൂടിയതാണ്. ഈ റാഗിങ്ങിനെതിരെ SFI വലിയൊരു പ്രക്ഷോഭം തന്നെ നടത്തിയ ചരിത്രം അദ്ദേഹം പറയുന്നു. ഈ ചരിത്രമൊന്നും അറിയാത്തവരാണ് ഇത്തരം അക്രമം നടത്തുന്നത്. SFIയുടെ പേരിൽ SFIയിൽ ഇത്തരം ആൾക്കാർ കയറിയെത്തിക്കുന്നു. ഇവരെ പുറത്താക്കി ശുദ്ധീകരിക്കണം എന്നതാണ് കൃത്യമായി തന്നെ ശിവൻകുട്ടി പറയുന്നത്. വേണുഗോപാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് ശിവൻകുട്ടിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.